ഹായ്, നമ്മളിന്ന് തൈരുമുളക് തയ്യാറാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 കിലോ അത്യാവശ്യം എരിവുള്ള മുളക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കല്ലുപ്പില്ലാത്തതുകൊണ്ടാണ് പൊടിയുപ്പ് ചേർത്തത്. അത്യാവശ്യം എരിവുള്ള മുളകായത് കാരണം നമ്മൾ ആദ്യം പുളിവെള്ളത്തിലാണ് ഇതിട്ട് ഉണക്കിയെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് 1-2 ദിവസം ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഉണക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ പുളിവെള്ളത്തിൽ തന്നെയാണ് തിരിച്ചിടേണ്ടത്. അടുത്ത ദിവസം വീണ്ടും ഉണക്കുക, വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഈ പുളി മുഴുവനും ആ മുളകിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 3 കവർ തൈര് എടുത്തിട്ടുണ്ട്. തൈര് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 4-5 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ആദ്യത്തെ ദിവസം ഉണക്കുക, തിരിച്ച് ഈ തൈരിലേക്ക് തന്നെ കൊണ്ടിടുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് നമുക്ക് കിട്ടും. തൈര് മുഴുവനും മുളകിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം ഒന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു, പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ നന്നായിട്ട് വേഗത്തുമില്ല. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അടുപ്പൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് തൈരുമുളക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ബൈ ബൈ.